ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സീരിയൽ നടിയായ ശ്രീകുട്ടിക്ക് അപമര്യാദയായിട്ടുള്ള കുറെ മെസ്സേജുകൾ വെറും ഒരു ഞരമ്പ് രോഗി എന്ന് പറയാം. അവനാണ് ഭയങ്കര മോശമായിട്ട് വന്ന് കമന്റുകളിൽ വൃത്തികെട്ട രീതിയിലുള്ള ഒരു സംസാരങ്ങൾ, അതും ശ്രീകുട്ടിയെ മാത്രമല്ല ശ്രീകുട്ടിയുടെ കുടുംബത്തെ വരെ മോശമായിട്ട്, അത് ശ്രീകുട്ടിയുടെ കുഞ്ഞിനെ വരെ മോശമായിട്ട് സംസാരിക്കുന്ന രീതിയിലുള്ള കമന്റും കാര്യങ്ങളുമായിട്ട് ഭയങ്കര രീതിയിലുള്ള സ്ത്രീകുട്ടിക്ക് അത് ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നി, കുടുംബത്തിന് വരെ ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നി. അവസാനം അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. അതും സ്ത്രീകുട്ടി പറയുന്ന ഒരു വർഷം ഒന്നര വർഷത്തിന് അടുത്തുള്ള ഒരു സംഭവമായിരുന്നു ഇതൊന്നും. അതായത് ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ശ്രീകുട്ടി ഇത് ബ്ലോക്ക് ചെയ്യും, അവൻ പിന്നെയും വേറെ അക്കൗണ്ട് എടുക്കും, വീണ്ടും ശ്രീകുട്ടി ബ്ലോക്ക് ചെയ്യും, വീണ്ടും അവൻ വേറെ അക്കൗണ്ട് എടുക്കും. അതായത് അവന്റെ പണി. അവസാനം ശ്രീകുട്ടി ഓർത്ത് ഇത് കേസ് കൊടുക്കാന്ന് വെച്ചു. അവസാനം ശ്രീകുട്ടി ഇത് കേസ് കൊടുത്തു. നമുക്ക് കേസ് കൊടുത്തു കഴിഞ്ഞിട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യം നമുക്കൊരു ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പിൽ നമുക്ക് കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം. ഇന്നിപ്പോൾ ഞാനുള്ളത് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലാണ്. എന്താ സംഭവം എന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. സൈബർ എന്നൊക്കെ പറയുമ്പോൾ അതെ, എൻ്റെ യൂട്യൂബിൽ സ്ഥിരമായി എന്നെ കമൻ്റ് ഇട്ട് ശല്യം ചെയ്യുന്ന ഒരാൾക്കെതിരെ ഞാനൊരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് പോയതാണ്. നമ്മൾ നിറയെ മോശം കമൻറ്റ്സ് വരാറുണ്ട്. അതെല്ലാം ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ബ്ലോക്ക് ചെയ്തിടും. ഈ പുള്ളി ബ്ലോക്ക് ചെയ്തിട്ടാൽ വേറെ പുതിയ അക്കൗണ്ട് തുടങ്ങി വീണ്ടും വീണ്ടും ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. എൻ്റെ യൂട്യൂബ് കമൻറ്റ്സ് ഒക്കെ റീഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ഇന്ന് അതിനൊരു പരിഹാരമായിട്ട് ഞാനൊരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് കേട്ടോ. ഇതാണ് നമ്മൾ മുമ്പ് പറഞ്ഞ ശ്രീകുട്ടി കേസ് കൊടുക്കാൻ പോയത്. കാരണം നിരന്തരമായിട്ട് ഇങ്ങനെ കിടന്നിട്ട് മെസ്സേജ് അയക്കുന്ന ആളിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യാം. ബ്ലോക്ക് ചെയ്യില്ല, കമന്റ് ഇടുന്ന ആളിനെ ബ്ലോക്ക് ചെയ്യാം. ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി വേറെ അക്കൗണ്ടിൽ നിന്ന് വീണ്ടും ഇതുപോലെ കമന്റുകൾ ഇട്ടിരിക്കുന്നു, വീണ്ടും ഇതൊരു ബ്ലോക്ക് ചെയ്യുന്നു, വീണ്ടും വേറെ അക്കൗണ്ട് എടുത്തിട്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് ഡിസ്റ്റർബൻസ് ആകുമ്പോൾ കേസ് തന്നെ കൊടുക്കാന്നേ ഉള്ളൂ. അങ്ങനെ സ്ത്രീക്കുട്ടി കൊണ്ട് കേസ് കൊടുത്തു. കേസ് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു ഇതിന്റെ വിധി വന്നു. അതായത് ഇതാരാ ചെയ്യുന്നതെന്നുള്ള അവനെ പോലീസ് പിടിച്ചിട്ട് സ്ത്രീക്കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞ് ഇതുപോലാണ്, സ്റ്റേഷനോട്ട് വരാൻ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ സ്റ്റേഷനിൽ വരിക, ആളിനെ കിട്ടിയിട്ടുണ്ട്, ഇന്ന് കാണാമെന്ന് പറഞ്ഞു. അപ്പം അതിന്റെ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് കണ്ടു നോക്കാം. എൻ്റെ അമ്മ, അച്ഛൻ, വേദയ്ക്ക് പ്രത്യേകിച്ച്, വേദ, ചീമ, ഏട്ടൻ, ഞങ്ങളെല്ലാവരും കാണാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയെ എന്ന് കാണാൻ പോവുകയാണ്. ഞങ്ങളാരും കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കാണുന്നത്, നിങ്ങളും കണ്ടിട്ടില്ല. നമ്മളെപ്പോലെ നിങ്ങളിൽ കുറച്ച് പേർക്കും ആ വ്യക്തിയെ കാണാൻ ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവും. വേദയ്ക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ പുള്ളീനെ കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആരാണെന്ന് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. ഞാൻ സ്ലീവ്ലെസ് ഒക്കെ ഇട്ട് പോകുന്നതാണ് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഞാൻ സ്ലീവ്ലെസ് ഒക്കെ ഇട്ടാണ് വന്നത്. സ്ലീവ്ലെസ് ഒക്കെ ഇട്ടുകൊണ്ട് പോകുന്നതാണ് പുള്ളിക്ക് കൂടുതൽ താല്പര്യം. കമന്റ് ഇട്ട ടീമിന് താല്പര്യം. അപ്പം അത് തന്നെ നമുക്ക് കേൾക്കുമ്പോ തന്നെ നമുക്കറിയാലോ പുള്ളി എത്ര കമന്റുകളാണ് ഇട്ട് മെഴുകിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീക്കുട്ടി അത് പറയുമ്പോ തന്നെ നമുക്കത് മനസ്സിലാക്കാം. ഞാനത് കൂടുതലായിട്ട് നിങ്ങളുടെ അടുത്ത് വിശദീകരിച്ച് തരേണ്ട കാര്യമില്ല. ഇവനൊക്കെ കൊണ്ട് ആ സാധനം കൊണ്ട് വല്ല പാറയിലെവിടെയും കൊണ്ട് ഒരയ്ക്കണം, അല്ലാതെ എന്തോ പറയേണ്ടത്. ഇങ്ങനെയുണ്ട് അമ്മയമ്മകളെ തിരിച്ചറിയാത്തതിനൊക്കെ കാണുന്ന ഈ പെൺപിള്ളേരുടെ അടുത്ത് ഇങ്ങനത്തുള്ള മെസ്സേജും കാര്യങ്ങളും ഒക്കെ അയക്കുന്നത്. ഇതിന് ഞാൻ പറഞ്ഞ പോലെ എവിടെയെങ്കിലും കൊണ്ടിട്ട് വരയ്ക്കൂ, വല്ല മുത്തൂജി വരെ കുത്തുവോ, അങ്ങനെയുള്ള പരിപാടി ചെയ്താലേ രക്ഷയുള്ളൂ. അല്ലെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് അടുത്ത ക്ലിപ്പൊക്കെ കണ്ടു നോക്കാം. അപ്പോൾ ആരാന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ വീഡിയോസിൽ താഴെ ഒരു മോശം കമന്റ്, ഇപ്പോൾ ഓഫ് കോഴ്സ് യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഫോട്ടോ ഇട്ടാലും പലരും പല അഭിപ്രായം പറയുന്നുണ്ടാവും. നല്ല കമന്റ്സ് പറയുന്നുണ്ടാവും, മോശം കമന്റ്സ് പറയുന്നുണ്ടാവും. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. ചില കമന്റ്സ് നമുക്ക് അത്രയും വിഷമം തോന്നുമ്പോൾ അവർ നമ്മൾ ബ്ലോക്ക് ചെയ്യും. വീണ്ടും അവർ സെയിം അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെ സെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അവർ ബ്ലോക്ക് ചെയ്യുക, വീണ്ടും അവരായിട്ടൊരു ഇതില്ലാത്ത രീതിയിൽ നമ്മൾ ആക്കിയിടും. അതുപോലെ ഇദ്ദേഹത്തിന്റെ കമന്റ്സ് വരുമ്പോൾ നമ്മൾ ബ്ലോക്ക് ചെയ്യാറുണ്ടായിരുന്നു. പുള്ളി പിന്നെ അത് നിരന്തരം അതൊരു ഹോബി പോലെ സ്ഥിരമായിട്ട് വീഡിയോസിന് താഴെ പുള്ളിയെ ബ്ലോക്ക് ചെയ്യും, വീണ്ടും പുതിയൊരു അക്കൗണ്ട് തുടങ്ങും, വീണ്ടും ബ്ലോക്ക് ചെയ്യും, വീണ്ടും അക്കൗണ്ട് തുടങ്ങും. വേദയ്ക്ക് പുതിയ പേരൊക്കെ ഇട്ട് ജോജു എന്നൊക്കെ പറഞ്ഞ പേര്, നല്ല പേരാണ് അദ്ദേഹത്തിന്റെ പേര്. വേദയ്ക്ക് കിട്ടുന്നതിന് സന്തോഷമുണ്ട്. ഭയങ്കര മോശം രീതിയിൽ തെറിയായിട്ടില്ല, പക്ഷേ ഭയങ്കര കേൾക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ മോശം രീതിയിലാണ് പറയുന്നത്. നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ പുള്ളി കമന്റ് ചെയ്യാറുണ്ട്. പക്ഷേ തെറിയോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല, പക്ഷേ മോശമാണ്. മനസ്സിലായോ? പുള്ളിക്ക് അതൊന്നും ഡയറക്റ്റ് ചെയ്യാത്ത രീതിയിൽ പുള്ളി കമന്റ്സ് ഇടുന്നുണ്ട്. പക്ഷേ അത് വായിക്കുന്നവർക്ക് അത് മനസ്സിലാക്കണം, അത് മോശമാണെന്നുള്ള രീതിയിലാണ് പുള്ളി കമന്റ്സ് ഇടുന്നത്. ഒട്ടും സഹിക്കാൻ വയ്യാതെ ഒരു 1.5 വർഷം കൊണ്ട് പുള്ളി ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ ജിമെയിൽ അക്കൗണ്ട് വഴി പുള്ളി കോൾ ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വെച്ചുകൊണ്ട് ഞാൻ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അതൊന്ന് കുറച്ച് ഡിലേ ആവും, ചെറിയ താമസം ഉണ്ടാവും. യൂട്യൂബിൽ ഇങ്ങനെ വരുന്ന കമന്റ്സ് ഒക്കെ വരുമ്പോൾ അത് ട്രാക്ക് ചെയ്യാൻ കുറച്ച് താമസം ഉണ്ടാവും എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ സെപ്റ്റംബറിലാണ് കൊടുത്തത്, ഓണം കഴിഞ്ഞിട്ടാണ് ഞാനത് കൊടുത്തത്. മിനിഞ്ഞാന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ പുള്ളി കിട്ടിയിട്ടുണ്ട്, കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, ഇന്ന് മൺഡേ വരണം, മീറ്റ് ചെയ്യണം. പറ്റുമെന്ന് ചോദിച്ചു. പറഞ്ഞു ഉറപ്പായിട്ടും എന്ത് തടസ്സം ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ച് അച്ഛനോട് വെച്ചിട്ട് പച്ച മരുന്ന് എന്ന് പറയും, പുള്ളി ഒന്ന് കാണണം, അമ്മയ്ക്ക് കാണണം, വേദിക്ക് പ്രത്യേകിച്ച് കാണണം. ചീമ കുറച്ച് ബിസിയാണ്, അതുകൊണ്ട് ചീമ പറ്റുമെങ്കിൽ ചീമയും
ശ്രീകുട്ടി പറയുന്നത് തെറിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. അതായത് ഞാൻ നമുക്ക് പറഞ്ഞ വൃത്തിയിട്ട രീതിയിലുള്ള നാശമായിട്ടുള്ള ഒരു സംസാരം. നമുക്കത് പറയാം, എന്താ പറയുക, തീവിലിട്ടിട്ട ഡ്രസ്സുമായിട്ട് വരുന്നതൊക്കെ എനിക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനെയുള്ള കുറെ വാക്കുകൾ അത് പറയണ്ടല്ലോ, അതിന് വിളിച്ച് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതുപോലത്തെ ഉള്ള വാക്കുകളാണ് കൂടുതലും പറയുന്നത്. പിന്നെ അതേപോലെ പുള്ളിയുടെ അക്കൗണ്ടിന്റെ പേരെന്തോ ജോജോയോ, ആ പുള്ളിക്ക് തന്നെയുള്ള പേര് പോലും ആക്കാൻ വേണ്ടിയുള്ള ഇവനെ പോലും ഉള്ളവന്മാരെ എന്തിനാണ് ഇങ്ങനെ ആലോചിക്കുന്നത്? അത് നല്ലൊരു ആ പുള്ളിയുടെ പേരൂടെ കളയാനായിട്ട് അങ്ങനെ ഒരു കാര്യം. പിന്നെ അതേപോലെ തന്നെ എന്തോ ജിമെയിൽ അക്കൗണ്ട് വഴി ഇപ്പം കോൾ ചെയ്ത് ഇവന്റെ സത്യം പറഞ്ഞാൽ ആ ഒരു കഴപ്പെന്ന് പറയേണ്ടി വരും. കാരണം ആ ജിമെയിൽ അക്കൗണ്ടിൽ നിന്ന് കോൾ ചെയ്യണമെന്ന് പറയാനുണ്ടെങ്കിലും ഭയങ്കര തന്നെ ഭയങ്കര, അത് നമുക്ക് എത്ര എന്ന് പറഞ്ഞാലും പറയാതിരിക്കാൻ വയ്യ. സത്യം പറയാമല്ലോ, അതുപോലെ അവന് മുട്ടി നിൽക്കുവാന്ന് തന്നെ പറയേണ്ടി. നമുക്ക് അടുത്തൊരു ക്ലിപ്പ് ഉണ്ട്, അതുകൂടെ കണ്ടു. അപ്പോൾ എന്തായാലും പുള്ളി ആരാന്ന് നമുക്ക് നോക്കാം. എനിക്കിനി വേദയെ ചെന്ന് സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തുള്ളൂ. വേദയ്ക്ക് കാണണമെന്ന് വേദ ഭയങ്കര എന്തോ ഒരു ഇതുപോലെ, കാരണം അവൾ അത്രയ്ക്കുള്ള മനസ്സിനത് വിഷമം വന്നിട്ടുണ്ട്. അയാളുടെ കമൻസ് ജോജു എന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചുകുട്ടീനെ പോലും ഒരുപാട് കമൻസ്, വേദയ്ക്ക് എതിരെ കമൻസ്, കൊച്ചുകുട്ടിയാണെന്ന് പോലും നോക്കാണ്ട് പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഈ കമൻറ്റ് ചെയ്യുന്നവർക്കെല്ലാം നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒട്ടും സഹിക്കാതെ വന്നിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ കമൻറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് നോക്കാം ആരാണ് ആ വ്യക്തി എന്നുള്ളത് നോക്കാം. ശ്രീകുട്ടി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ക്രൂരമായിട്ട് അതുപോലത്തെ ഒരു കമന്റ് ഇട്ടാണ് അതിനകത്ത് മെഴുകുന്നത്. അതായത് ജോജോ ജോർജിന്റെ പേരൊക്കെ പറഞ്ഞിട്ടും കൊച്ചിനെ പോലും വെറുതെ വിടുന്നില്ല എന്നുള്ളതാണ് ഇവന്റെയൊക്കെ അനക്കം. പറയാതിരിക്കാൻ വയ്യ. ആ കൊച്ചു എന്തോ കഴിച്ചു. കൊച്ചിനെ എന്തിനും അനാവശ്യമില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞു പിടിപ്പിക്കുകയും ചെയ്യുന്നപ്പോഴാണ് അവസാനം അവര് കേസ് കൊടുക്കാനായിട്ട് മുന്നോട്ട് പോകാൻ നേരിടുന്നതാണ് ശ്രീകുട്ടി എനിക്ക് ഇപ്പൊ പറയുന്നത്. ഇനി ഇപ്പൊ അവര് ഇനി പറയുന്നത് അവനെ കാണാൻ പോവാണല്ലോ, പോലീസ് സ്റ്റേഷനിലോട്ട് പോവാണല്ലോ കാണാനായിട്ട്. അപ്പം കാണാനായിട്ട് പോകുന്നതിന് മുമ്പ് ശ്രീകുട്ടിയുടെ അച്ഛനും അമ്മയും കുറച്ച് കാര്യങ്ങൾ പറയും. നമുക്ക് അതോടൊന്ന് കണ്ടു നോക്കാം. എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളെ കാണാൻ ഭയങ്കര, മറ്റെല്ലാവരെക്കാളും നമുക്ക് ഭയങ്കര അങ്ങനെ അയാളെ കണ്ടിട്ട് വരാമെന്നായിരിക്കും. അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് പ്രാവശ്യം ശ്രീകുട്ടിയും കുടുംബത്തെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവരെ വിടാം, കൊച്ചുകുട്ടിയെ പോലും വെറുതെ വിടാത്ത രീതിയിൽ സംസാരിച്ചപ്പോൾ അത് ഒരു പ്രാവശ്യമല്ലല്ലോ, ഒരു വർഷമായിട്ട്. അതെ, ബ്ലോക്ക് ചെയ്തിടും, ഇയാൾ വേറെ അക്കൗണ്ട് ഉണ്ടാക്കും, അതിൽ നിന്ന് കയറും. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട്, കണ്ടിട്ട് വരട്ടെ. അച്ഛൻ റെഡിയായി. എവിടെ പോണേ? ആരെ കാണാൻ പോണേ? അച്ഛക്ക് വേറെ പറഞ്ഞാൽ ഒട്ടും സഹിക്കാൻ വയ്യാത്തത്. അതുകൊണ്ടാണ് അച്ഛൻ കാണാൻ. സോഷ്യൽ മീഡിയയാണ് ആർക്കും അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇതിൽ 10 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടിയെ നിരന്തരം ഇങ്ങനെ ഓരോന്ന് പറയണമെന്ന് നമ്മൾ എന്നെ പറഞ്ഞിട്ട് ഭാര്യ പറഞ്ഞിട്ട് മക്കളെ പറഞ്ഞിട്ട് പറയണമെന്ന് സംസാരിക്കാൻ പ്രായമായിട്ട് വെറും 10 വയസ്സുള്ള കുട്ടി ഇങ്ങനെ നിരന്തരം അതിനെ പ്രതിത്വത്തെ പോലും ഒരുപാട് ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള രീതിയിൽ അയാളുടെ മെസ്സേജ് നടത്തും. ഒരുപാട് തവണ മാണി കൊടുത്തു, പക്ഷേ കേൾക്കാതെ വന്നു. പോലീസിന്റെ നിയമത്തിനെല്ലാം എനിക്ക് പ്രശ്നമില്ല, നിങ്ങൾ വരുന്നവരെ കണ്ടോളാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പോലീസ് നിയമം കൂടെ ഉണ്ടല്ലോ, അവരെന്താണെന്ന് അറിയില്ല. പോകുന്നത് കാണാൻ കഴിയും. ഇതാണ് ഞാനും പറഞ്ഞത്. കൊച്ചിനെ പോലും വെറുതെ ഇങ്ങനെ കിടന്ന് പറഞ്ഞുണ്ടാക്കുന്ന ഇവനെയൊക്കെ എന്തോ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ഞാനും അത് തന്നെയാണ് ഈ പറയുന്നത്. കാരണം അതൊക്കെ വെറും തെമ്മാടിത്തരം. കിട്ടിയാൽ നല്ല ചാണക്കിടി തന്നെ വളാന്ന് കൊടുക്കണം, അതാണ് ചെയ്യേണ്ടത്. ഇവനെ പോലുള്ള ആൾക്കാരുള്ളതുകൊണ്ടാണ് ഈ നാട്ടിൽ സത്യം പറഞ്ഞ പീഡനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. ആദ്യം ഇങ്ങനെ ചാറ്റ് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും, അത് കഴിയുമ്പോഴാണ് ബാക്കി പിന്നെ പുറകാല വരുന്നത്. മനസ്സിലായോ? അതാണ് ഇവന്റെ ഇങ്ങനെയുള്ളവന്മാരുടെ ഒരു കുഴപ്പം. ആദ്യം ഇവനെയൊക്കെ പിടിച്ചിട്ട് ജയിലിൽ ഇട്ടിട്ടൊന്നും കാര്യമില്ല, പിടിച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ പോലീസുകാർ നല്ല രീതിയിൽ. പിന്നെ അതിനകത്ത് അച്ഛൻ പറഞ്ഞില്ല, പോലീസിനെ പോലും വലം വെക്കാത്ത രീതിയിലാണ് ഇവ ചെയ്യുന്നത്. അപ്പൊ ഇനി നമുക്ക് കാണാമല്ലോ നമ്മുടെ കേരള പോലീസിന്റെ മിടുക്ക് എന്തുവാന്ന് നമുക്ക് കാണാമല്ലോ. മിടുക്കുള്ളതുകൊണ്ടാണല്ലോ അവർ എത്രയും പെട്ടെന്ന് അവനെ പിടിച്ചത്. പോലീസിനെ പോലും ഇതില്ലാത്തവനായിരുന്നു എന്നാണ് അച്ഛൻ പറഞ്ഞത്. അതായത് നമ്മുടെ കേരള പോലീസിന്റെ മിടുക്ക് നമുക്ക് കാണാം എന്നാണ് അച്ഛൻ പറഞ്ഞത്. നമുക്കതുകൊണ്ട് ഇപ്പൊ ഇനിയും ശ്രീകുട്ടി സ്റ്റേഷനിൽ പോയി അവനെ കണ്ടു കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്നും നമുക്കൊന്ന് കാണാം. നമ്മള് പോലീസ് സ്റ്റേഷനിൽ കയറി പുള്ളിയെ കണ്ടു. പുള്ളി പുനലൂരുള്ള വിവാൻ എന്നെന്താണ് പുള്ളിയുടെ പേര്. സംസാരിച്ചു. എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ പുള്ളിക്ക് ചെറിയ മെന്റലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് പുള്ളിയുടെ അമ്മയും അച്ഛനും കൂടെയാണ് വന്നത്. 38 വയസ്സുണ്ട് കേട്ടോ പുള്ളിക്ക്. അച്ഛനും അമ്മയും കൂടെയാണ് വന്നത്. അപ്പോൾ അമ്മയൊക്കെ ഭയങ്കര കരച്ചിൽ. എനിക്ക് നിയമപരമായിട്ട് പോകാമെന്ന് പറഞ്ഞു. വേദയോടും എന്നോടും അച്ഛനോടും അമ്മയോടും ഒക്കെ മാപ്പ് പറഞ്ഞു, എഴുതി വെപ്പിച്ച്. അങ്ങനെ പുള്ളി പോയിട്ടുണ്ട്. പുള്ളിയുടെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുനലൂര്. അതായത് പുനലൂര് എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ല. കൊല്ലംകാർക്ക് നാളങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ ഇവനെയൊക്കെ എന്തോ ചെയ്യണമെന്ന് പറയാം. എൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു ജില്ലയാണ് കൊല്ലം.
സത്യം പറഞ്ഞു എന്റെ അടുത്ത് കിടക്കുന്ന ജില്ലയാണ് കൊല്ലം. അപ്പൊ ഇങ്ങനെയൊക്കെ കൊല്ലംകാർക്ക് തന്നെ ഇപ്പൊ കുറെ കേസ് കിട്ടിങ്ങനെ ഇതുപോലെ വരുന്നത് കൊല്ലം ഭാഗത്ത് മിക്കതും ഇതുപോലുള്ള ടീമുകളാണ് കൂടുതലും വന്ന് ഇറങ്ങുന്നത്. ഞാൻ ആരുടെ പേര് നിർത്തി ഇനിയും പറയുന്നില്ല, അതൊക്കെ നേരത്തെ കഴിഞ്ഞു പോയ കഥ, അതൊന്നും ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. അപ്പം ഇതുപോലുള്ള ഇവനെയൊക്കെ എന്തായാലും വിവാനം കണ്ട് അവന്റെ പേര് പറഞ്ഞു. അവന്റെ അച്ഛനും അമ്മയും കൂട്ടത്തിലുണ്ടായിരുന്നു. 38 വയസ്സുള്ളവനെയൊക്കെ കാമത്തിനകത്ത് അല്ലാതെ എന്തോ പറയണ്ടേ. അപ്പം അവര് ഭയങ്കര കരച്ചിലായിരുന്നു. അവസാനം സ്ത്രീക്കുട്ടിയും അത് വീട്ടുകാരും എല്ലാം എഴുതി ഒപ്പിട്ട് പേടിപ്പിച്ചത്, അതായത് എല്ലാവരോടും ക്ഷമിച്ചു അങ്ങനെയുള്ള കാര്യം. പക്ഷെ അത് അങ്ങനെ യാതൊരു കോംപ്രമൈസ് ചെയ്യേണ്ട കേസല്ലായിരുന്നു. സ്ത്രീക്കുട്ടി അത്രയും പേര് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ വെറും മെസ്സേജിലൂടെ അയച്ചുകൊണ്ടിരുന്ന ആളിനെ ഡയറക്റ്റിൽ വെട്ടിപ്പിക്കാൻ പറ്റിയെങ്കിൽ ബാക്കിയുള്ള കാര്യം കൂടെ മുന്നോട്ട് പോകണമെന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ സ്ത്രീക്കുട്ടി അവിടെ കൊണ്ട് അത് നിർത്തി എന്നാണെന്ന് എനിക്ക് കണ്ടതിൽ മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പോലീസ് സ്റ്റേഷൻ കേസ് എഴുതി ഒപ്പിട്ട് എല്ലാം നിർത്തി. അവരോടെല്ലാം ക്ഷമയും കുഞ്ഞിനോടും അച്ഛനോടും സ്ത്രീക്കുട്ടിയോടും എല്ലാവരും ക്ഷമ ചോദിച്ചു എന്നുള്ള ഒപ്പിട്ടെല്ലാം കൊടുത്തു. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഇത് മുന്നോട്ട് കേസ് തന്നെ മുന്നോട്ട് പോകണം. അമ്മയായാലും അച്ഛനായാലും കാര്യം ഒരു പെണ്ണിനെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ട് കാര്യം അവനെ മെന്റൽ ആയെന്ന് പറഞ്ഞാൽ OCD ആയെന്നുള്ള എന്താ ഡിപ്രഷൻ ആണെന്ന് പറഞ്ഞാൽ അതൊക്കെ ചുമ്മാ. ഇതൊക്കെ പറഞ്ഞുണ്ടാക്കുമ്പോൾ ഒരു ഡിപ്രഷനും ഇല്ല. അതൊക്കെ ചുമ്മാ വെറും തള്ളാന്ന് തന്നെ പറയേണ്ടിയിരിക്കും. ഏതായാലും നമുക്ക് സ്ത്രീക്കുട്ടിയുടെ ഒരു ക്ലിപ്പ് ഉണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. അങ്ങനെ നമ്മൾ വിവാൻ ജോർജിനെ കണ്ടു. വിവാൻ ജോർജിനെ ഫാമിലിയും കണ്ടു. വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവരെ വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം അവരറിയുന്ന ഒരുപാട് പേര് ഒരു നല്ലൊരു ഫാമിലിയിലുള്ള ആളാണെന്ന് തോന്നുന്നു. ആ അമ്മയൊക്കെ ഭയങ്കരമായിട്ട് അറിയുന്നവർ അവരുടെ നാട്ടിലൊക്കെ ഇയാൾ മോശക്കാരനാവില്ല. നമ്മളൊരു വീഡിയോ ഇട്ടാൽ അത് 10 പേര് കണ്ടാൽ അയാളുടെ ഇമേജിനെ അത് ബാധിക്കാനായിട്ട് അവരത് പറ്റില്ല. എങ്കിൽ ഞാൻ പറഞ്ഞു ഓക്കെ നിയമപരമായിട്ട് പോവാം. അപ്പോൾ എങ്കിൽ അവർ ഒരുപാട് കരങ്ങി കാല് പിടിച്ചൊക്കെ നിയമപരമായിട്ട് നമ്മൾ ഒന്നുകിൽ വീഡിയോ അല്ലെങ്കിൽ നിയമപരമായിട്ട് പോകും. അപ്പോൾ വീഡിയോ ഒട്ടും പറ്റില്ല എങ്കിൽ നിയമപരമായിട്ട് പോവാം എന്നൊക്കെ പറഞ്ഞവർ അമ്മയൊക്കെ ഭയങ്കര കരച്ചിൽ. നിയമപരമായിട്ട് പോകുന്നതിൽ അവർക്കും ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഭയങ്കര കരച്ചിലായിരുന്നു. ഞാനും നിയമപരമായിട്ട് പോകാമെന്നൊക്കെ കരുതി. പിന്നെ ഞാൻ കരുതി ആ അമ്മ കരയുന്നുണ്ടപ്പോൾ അയാൾ ഓർത്തിട്ടല്ല, ആ അമ്മ കരയുന്നത് കണ്ടപ്പോൾ ശരി നിയമപരമായിട്ട് പോണ്ട, ഓഫീസേഴ്സിൻ്റെ മുന്നിൽ വെച്ച് എഴുതി മേലിൽ ഇത് ആവർത്തിക്കില്ല, ഞാൻ ഇട്ടിട്ടുള്ള കമൻസ് എല്ലാം ഡിലീറ്റ് ചെയ്തേക്കാന്നൊക്കെ പറഞ്ഞ് എഴുതി സൈൻ ചെയ്ത് തന്നു. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം ഇങ്ങനെ മോശം കമൻസ് ഇടുന്ന വ്യക്തികളല്ല. ആളെ കണ്ടാലും രാജാനുഭാഗു ഒരു 3 പേരുടെ എന്നെ പോലെ 3 പേരുടെ ഹൈറ്റ് അയാൾക്കുണ്ടാവും. അതുപോലെ വണ്ണമുണ്ട്. 38 വയസ്സാണെന്ന് പറഞ്ഞു. കൊല്ലം പുനലൂരാണ് പുള്ളിയുടെ വീട്. വിവാൻ ജോർജ് പേര് കേട്ടോ, വിവാൻ ജോർജ്, അതായത് ജോജോ ജോർജ്. ചെറിയൊരു വ്യത്യാസം. മനയൊക്കെ എന്തോ ചെയ്യണം എന്ന് പറയാം. പിന്നെ ഞാൻ പറഞ്ഞില്ല മുമ്പേ സ്ത്രീക്കുട്ടി അത് എഴുതി ഒപ്പിട്ട് ക്ലിയർ ആയിട്ട് ഇപ്പോഴത്തെ ആ വീഡിയോക്കകത്താണ് കൃത്യമായിട്ട് സ്ത്രീക്കുട്ടി എന്ന് പറഞ്ഞത്. അതായത് അവരെ അച്ഛനും അമ്മയും, അതായത് അമ്മ നല്ലപോലെ കരയുന്ന കണ്ടപ്പോഴത്തേക്ക് സ്ത്രീക്കുട്ടിക്ക് മനസ്സ് തോന്നി. ഒരു പെണ്ണിനെ മനസ്സ് വിഷമം അറിയത്തുള്ളെന്ന് പറഞ്ഞ പോലെ. പക്ഷെ എന്നാലും യാതൊരു ആ അമ്മയെന്ന് ആലോചിക്കണമായിരുന്നു. ഒപ്പം പറഞ്ഞാല് ഒരു പെണ്ണിനെ പറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതും സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെയൊക്കെ വന്ന് പറയുന്നു പല ആൾക്കാരും കാണുന്നു. അതൊക്കെ വളരെ തെണ്ടിത്തരമായിട്ടുള്ള കാര്യം പറഞ്ഞു. കാരണം വെറുതെ ഇനിയും സ്ത്രീക്കുട്ടി, പിന്നെ അത് മാത്രമല്ല സ്റ്റേഷനിൽ ഇവനെ വീഡിയോ എടുത്ത് കാണിക്കണമെന്നൊക്കെ വിചാരിച്ചാൽ പോലീസ് സ്റ്റേഷനിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അല്ലാതെ തന്നെ പോലീസുകാർ നമുക്ക് ഇപ്പൊ എവിടെയെങ്കിലും പോയി ഷൂട്ട് ചെയ്താൽ തന്നെ അവർക്ക് വിഷയമാണ്. നമ്മൾ ഫോൺ വീഡിയോ എടുത്ത് തന്നെ അതിന് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് അത് നടന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ സ്ത്രീക്കുട്ടി പറഞ്ഞത് ഒന്നീ കേസാക്കുന്നില്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്തില്ലെങ്കിൽ കേസാക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിന്നപ്പോഴാണ് പിന്നെ അമ്മ ഭയങ്കരമായിട്ട് കരച്ചിലും ബുദ്ധിമുട്ടും ആയതുകൊണ്ട് സ്ത്രീക്കുട്ടി പിന്നെ അവസാനം പിന്നെ ഇത് കൊണ്ടുപോകുന്നില്ല, എഴുതി ഒപ്പിട്ടങ്ങ് അവിടെ കൊണ്ട് ക്ലോസ് ചെയ്യിപ്പിച്ചു. കാരണം അവരോടെല്ലാം ക്ഷമയും ചോദിച്ചു, ഇട്ട കമ്മലെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാന്ന് പുള്ളി പറഞ്ഞത്. ഒരു ലാസ്റ്റ് ക്ലിപ്പ് ഉണ്ട്, അതുകൂടെ നമുക്കൊന്ന് കണ്ടുവെക്കാം. സ്ത്രീക്കുട്ടി എന്തോ പറയുന്നത് നമുക്ക് നോക്കാം. വീഡിയോ കാണുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുള്ളിക്ക് ഡിപ്രഷനാണ്. എനിക്ക് കണ്ടിട്ട് വേറെ അസുഖം കാര്യങ്ങളുള്ളതായിട്ടൊന്നും തോന്നിയിട്ടില്ല. അത് ഒരു കാര്യം ഇങ്ങനെ ചെയ്തിട്ട് വീണ്ടും ചെയ്യാനുള്ള ഒരു ഇത് വരും, അങ്ങനെ പുള്ളി ചെയ്യുന്നതാണ്. അപ്പോൾ അതൊരു അസുഖം പോലെ ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഞാൻ കേട്ടു സൈബർ സെല്ലിൽ കംപ്ലയിൻറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്ത ശേഷം പുള്ളിയുടെ കമൻസ് ചെയ്തില്ല. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാണ്ടിരിക്കാൻ അറിയാമല്ലോ. മിണ്ടാതെ നിൽക്കുന്നു. ഞാൻ ചോദിച്ച കാര്യങ്ങളെല്ലാം അയാൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ തന്നെയാണ് കമൻസ് ഇട്ടത്. ഞാൻ ഇങ്ങനെ കമൻറ്റ് ഇട്ട് എല്ലാത്തിനും ഞാൻ തലയാട്ടിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ഡിപ്രഷനാണ്, OCD ആണ്, എനിക്ക് പറ്റത്തില്ല, അങ്ങനെയൊക്കെയാണ്. അതിൻ്റെ ഒരു ഇതാണ് എനിക്ക് തോന്നുന്നത്. അയാൾ ഒരു വീട്ടിനകത്ത് അവരെന്തോ അബുദാബിയിലൊക്കെ ആയിരുന്നു. അവിടെ നിന്ന് ഈ പുള്ളിയുടെ അസുഖം കാരണം തിരിച്ച് നാട്ടിലേക്കൊക്കെ വന്നതാണ്. പുനലൂരാണെന്നൊക്കെ പറഞ്ഞു. ഈ വീട്ടിൽ അടച്ചിട്ടിരുന്ന ഫോൺ മാത്രമായിട്ട് ഈ ഫോണിൽ ഇങ്ങനെ ഇതിൽ ഉപയോഗിച്ച് വേറെ ആരും പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ലെന്നാണ് തോന്നുന്നത്. ഫോൺ ഉപയോഗിച്ച് ഈ കമൻസ് ഇട്ടപ്പോൾ അതൊരു എന്താ അതിലൊരു അഡിക്ഷൻ വന്നിട്ട് പുള്ളി വീണ്ടും ചെയ്യുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫാമിലിയായിട്ട് ആ ഫാമിലിയായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളെ കണ്ടാലും പറയില്ല ഇങ്ങനത്തെ കമൻസ് ഒക്കെ ഇടുന്ന ഒരാളാണ്. അത്ര ഒരു ഇത് എനിക്ക് തോന്നിയിട്ടോ. അപ്പോൾ ഈ കമൻസ് ഒക്കെ ഇടുന്നവരെല്ലാം ഇതുപോലെ ഡിപ്രഷൻ പോലെ അല്ലെങ്കിൽ ഇതുപോലെ സൈക്കോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാവും. ഇത് പുള്ളി എനിക്ക് പറയാൻ അറിയില്ല. കണ്ടാലൊരു അസുഖമില്ലാത്തത് പോലും കണ്ടാലൊരു എന്തൊക്കെയോ ഒരു സംഭവം ഭയങ്കര ഹൈറ്റും വെയിറ്റും ഒക്കെ ആയിട്ട് കാണുമ്പോൾ തന്നെ നമ്മൾ അതിശയിച്ചു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്റെ സ്ത്രീക്കുട്ടി ഇത് ഡിപ്രഷനോ OCD ഒന്നുമല്ല. അവനേതാണ്ട് മാരകമായിട്ടുള്ള കഴപ്പുണ്ടോ. ഞാൻ പറഞ്ഞ പോലെ എവിടെയെങ്കിലും മുരിക്കയിലോ കല്ലിലോ വല്ലോട്ട് കൊണ്ട് ഒരയ്ക്കണം.
അതാണ് ചെയ്യേണ്ടത്. സത്യം പറഞ്ഞാൽ ശ്രീകുട്ടി ഈ കേസുമായിട്ട് മുന്നോട്ട് പോകണം തന്നെയായിരുന്നു എൻ്റെ അഭിപ്രായം. കാരണം ഇങ്ങനെയുള്ളവന്മാര് ഇത് ചെയ്യണം. ഇങ്ങനെ ശ്രീകുട്ടിയെ പോലുള്ള ആൾക്കാർ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ഇതിനെപ്പോലുള്ള ആൾക്കാർ വേറെ അയാളായിരുന്നു. ഇപ്പൊ ശ്രീകുട്ടി ആയിട്ടല്ലേ കൊണ്ട് കേസ് കൊടുത്തു പെട്ടെന്ന് പരിപാടി കിടന്നത്. ഇപ്പൊ ശ്രീകുട്ടി ഒന്നാതെ ഒരു എന്താ പറയുക, ഒരു സീതാരനും കൂടെ അല്ലെ, ഒരു അറിയാവുന്ന ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് തന്നെ ഇത് മുന്നോട്ട്. പാവപ്പെട്ട ആൾക്കാരൊന്നും ഇതുപോലെ കേസ് കൊടുത്താൽ ചിലപ്പോൾ ഇത് എടിപിടിയൊന്നും പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അവിടെ താഴെ ഞാൻ ഇടുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ശ്രീകുട്ടിയെ പോലുള്ള ആൾക്കാർ ഇങ്ങനെ പോകുമ്പോൾ ഒരിക്കലും വെറുതെ വിടില്ല. ഇവനെ പോലുള്ളതൊക്കെ പിടിച്ച് ജയിലിൽ തന്നെ ഇടണം. ജയിലിൽ തന്നെ നല്ല പെടയം കൊടുക്കണം. അതാ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുവാണെങ്കിലും ഈ നമ്മുടെ കേരളം രക്ഷപ്പെടും. യുവന്മാരെ പോലുള്ള ആൾക്കാരെ കുറച്ച് കുറയും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ യുവന്മാരെല്ലാം വീണ്ടും വീണ്ടും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഇന്നിപ്പോ ശ്രീകുട്ടിയാണ്, നാളെ വേറെ അടുത്ത് പോകും. ഇതുപോലെ ഡിപ്രഷനാ, OCD അലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോയിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെയുള്ളതിനൊക്കെ പിടിച്ച് പല ഭ്രാന്താശുപത്രി കൊണ്ടിടും. അല്ലെ മറ്റുള്ളവർക്ക് എന്തിനാ ഈ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? മറ്റില്ലാത്ത ആൾക്കാരെ പറ്റി ഇതിന് ആവശ്യമില്ലാത്ത പരിപാടി. പക്ഷെ ഇത് മുന്നോട്ട് കൊണ്ടുവന്ന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് കൊണ്ടുവന്ന് ഇതെല്ലാവരെയും അറിയിക്കണം, എത്തിക്കണം. അതിനുള്ള പോലീസ് സ്റ്റേഷനിൽ പോകണം, നീതി കിട്ടണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എന്റെ വീഡിയോ ഇത്രേ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.